കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എന്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യം കുറച്ചുകൂടി അതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ബോധവതികളാകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദൈവം പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മേരി മാഗ്ഡലിൻ ഫസ്റ്റ് വിറ്റ്നസ്സിയായി മാറിയത്? അത് നിലപാടാണ് അവളുടെ. അതായത് അവളുടെ മനസ്സിലുള്ളത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു പക്ഷേ 70 കിലോ ഉള്ള ഒരു ഡെഡ് ബോഡി. ടൂറിലെ വിശുദ്ധ കച്ചയൊക്കെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ബോഡിക്ക് 70 കിലോ ഉണ്ടെന്നാണ്. അപ്പോൾ 70 കിലോ ഉള്ളൊരു ഡെഡ് ബോഡി, 3 ദിവസത്തെ പഴക്കമുള്ള ഡെഡ് ബോഡി. ഇത് യേശു ഈ അവസ്ഥയിലാണെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൾ തീരുമാനിക്കുന്നത്. ഇപ്പം യേശുവിനെ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ചൊല്ലണ പ്രാർത്ഥനയിലേക്കല്ല പോണത്. പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത് ഈ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ചൊല്ലിയിട്ട് ഇത് സ്പീഡാവുമെന്ന് വിചാരിക്കരുത്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് ഇരിക്കുന്നത് അതിൻ്റെ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും ഉടമ്പടിയിൽ സ്പീഡ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ഏതാണ്? അതെന്താണ്? അതെപ്പോഴും ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഉടമ്പടിയെ മറ്റ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കുന്നതും ഈ ചെയ്ത്തുകളാണ് എൻ്റെ കൂടെയുള്ള. അവൻ പറയണത് പോലെ ചെയ്യുന്നതിനുള്ളതാണ് സംഭവം. ഇത് ഏത് സിറ്റുവേഷനിലും ആരുടെ സഹായമില്ലാതെയും, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോഴും പറയുവേ, അമ്മായിപ്പൻ്റെ ഓഹരി മേടിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു, ഭയങ്കര ഇടി വെച്ചും കേസും പറഞ്ഞും മേടിച്ച്. ഇപ്പം ആ മനുഷ്യൻ പെട്ടുപോയി, അങ്ങേരുടെ മലമൂത്രങ്ങളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു പട്ടിയും സഹായിക്കാനില്ല. തീർന്നു, പരിപാടി തീർന്നു. ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡിയേക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിലുണ്ട്. കാര്യം എന്താണ്? ഈ ബെഡ് സോർ വന്ന് കിടക്കുന്ന രോഗിയെ ഒന്നും മറച്ചിടാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. പലരും കെയർടേക്കറിങ്ങിന് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വരും. ചിലർ ലീവിന് വരും. കെയർടേക്കറാണ് അവർ. ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇറ്റലിയിലുമൊക്കെ. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കച്ചാൽ എനിക്ക് ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് 80 വയസ്സുണ്ട്, ഭയങ്കര തടിയനാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്താ കാര്യം? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അവളെ പോയി നോക്കേണ്ടത്. എങ്ങനെ ഈ ചേട്ടനെ പിടിച്ചൊന്ന് തള്ളി അവിടെ കൈ ഒടിഞ്ഞു പോകും. അപ്പോൾ എന്നോട് പറയും, എനിക്ക് ഒന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന് പറയും. പക്ഷേ പ്രാർത്ഥിച്ചു, ഈശോയുടെ ഒരു രീതി നമ്മൾ ഞെട്ടിപ്പോകും. അവളവിടെ ചെന്ന് 3 മാസമായപ്പോൾ 3 ആഴ്ചക്കുള്ള ആ ചേട്ടൻ മരിച്ചു. അതല്ല പ്രശ്നം. അവൾക്ക് അതിനേക്കാൾ ആ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 3 മാസത്തിൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുകയാണ് ആ രാജ്യത്ത്. അതായത് ദൈവം നിൻ്റെ കണ്ണുനീര് കാണും, നിൻ്റെ അവസ്ഥകൾ. അവൾ പറഞ്ഞത് ശരിയല്ലേ എന്നോട്? എന്താ കാര്യം? എൻ്റെ പേഷ്യൻറ്റിന് 80 കിലോ ഉണ്ട്, തളർന്ന് കിടക്കുകയാണ്. അങ്ങേരുടെ ബെഡ് സോർ കൊണ്ട് അങ്ങേരെ ഒന്ന് തള്ളി മാറ്റാൻ പോലും എനിക്ക് കഴിവ്, എൻ്റെ കൈ ഒടിഞ്ഞു പോകും തള്ളിയെ. ഞാൻ എങ്ങനെ ഇത് നോക്കും? അപ്പോൾ അവർ ആ പേഷ്യൻറ്റുമായിട്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഇതല്ല അച്ഛന് പറയാനുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ? നീ ഒറ്റക്കായിപ്പോയി. ആനുകൂല്യം മേടിക്കാനുള്ള ഒത്തിരി പേരുണ്ടാവും, ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. കടങ്ങളായാലും അങ്ങനെയാണ്. ആനുകൂല്യത്തിന് എല്ലാവരും ചാടി വീഴും, പക്ഷേ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം കണ്ട ദർശനം ഇപ്പം കറക്റ്റായി വന്ന കണ്ട കുരിശ കിടക്കുകയാണ്, അതിൻ്റെ കൂടെ കക്ഷത്തൊരു മൊഴി, അത് എക്സ്ട്രാ വന്നതാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് വന്നാൽ നിൻ്റെ ഭാരത്തെ നീ മുട്ടുക നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആനുകൂല്യം മേടിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിത് മേരി മാഗ്ഡലിനെ പോലെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞില്ലേ? പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായത് എങ്ങനെയാണ്? ആ ഒരൊറ്റ കളിയിലാണ് ആയത്. ഈ നെഞ്ചത്ത് കിടന്ന യോഹന്നാനും
കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനും ഒന്നും ഇവിടെ ഇല്ല. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായിരിക്കുന്നത് ആരാണ്? മേരി മാഗ്ഡലിൻ ഒറ്റ വാക്കിലാണ്. എന്താണ്? ഏത് ഡെഡ് ബോഡിയാണ് കർത്താവേ ഞാൻ ഏറ്റെടുത്തോളാവുന്ന കൈ ഇടിച്ച് കർത്താവിനെ സ്വല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ സഫറിങ്സ് ആൻഡ് അൺജസ്റ്റ് അഗ്രസീവ്നെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നീ അനുഭവിക്കുന്ന അന്യായമായിട്ടുള്ള എല്ലാവിധ ഞെരുക്കങ്ങളും, നീ ഒരു നിമിഷം നിൻ്റെ വീട്ടിൽ എവിടെയാണ് നീ മുട്ട നിന്നിട്ട് പറയണം, കർത്താവ് ഇത് മേരി മാഗ്ഡലിനെ പോലെ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നതിൻ്റെ പകരം നിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കുകയാണ്. ദാറ്റ് ഇസ് മിഷൻ. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് നീ അറിയും. അപ്പോൾ ക്രിസ്തു നിൻ്റെ പേര് വിളിക്കും, കർത്താവ് നിന്നെ സ്വന്തമാക്കും. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കൾ, ഈ ശക്തി എന്നും പറഞ്ഞ് ഇപ്പം ക്രിസ്തുവിൻ്റെ കൈമാറ്റം, വിനിമയം, ക്രിസ്തു വിനിമയം ചെയ്യപ്പെടുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിസ്തു രണ്ട് ഫോംസിലാണ്. ഒന്ന് വ്യക്തിയായിട്ടും ഒന്ന് ശക്തിയായിട്ടും. ക്രിസ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്, ക്രിസ്തു എന്ന് പറയുന്ന ത്രിത്വത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഈ ക്രിസ്തുവിൻ്റെ കൈമാറ്റം നടക്കുന്നത് രണ്ട് ഫോംസിലാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റണില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ശക്തി പോയെന്നല്ല എൻ്റെ അർത്ഥം. എന്നിട്ട് നീ പറയണം, എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഞാനിത് ഏറ്റെടുക്കണമെന്ന് പറയണം. അതാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ 16:3 ചോദിക്കുന്ന സ്ത്രീ തന്നെയാണ്. കല്ലെടുത്ത് മാറ്റാൻ ആര് സഹായിക്കുമെന്നാണ് മേരി മാഗ്ഡലിൻ ചോദിച്ചത് പണ്ട്. ആ മേരി മാഗ്ഡലിൻ തന്നെയാണ് ഇപ്പോൾ പറയണത്, ആരും സഹായിച്ചില്ലെങ്കിലും ഇത് കല്ലല്ലോ കർത്താവല്ലേ, അത് ഞാൻ എടുത്തോളാം. ഇത് കല്ലല്ല കർത്താവാണെന്ന് നീ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾ, നിന്നെ ക്ലേശിപ്പിക്കുന്ന വ്യക്തികൾ, അത് കല്ലല്ല കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ ശക്തി അനുഭവിക്കേണ്ടത്. കൈ ഇടിച്ച് കർത്താവ് ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കല്ലല്ല, കല്ല് എടുത്തു മാറ്റാനാണ് സഹായം ചോദിച്ചത്. പക്ഷെ കർത്താവിനെ എടുത്തു മാറ്റാൻ ആരുടെയും സഹായം, എടുത്തുകൊണ്ട് പോകാൻ, ഏറ്റെടുക്കാൻ ആരുടെയും സഹായം ചോദിക്കണില്ല. ഈ ഒരു ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഒരു വിഷയത്തെ ഞാൻ ക്രിസ്തുവായിട്ട് ആരെയും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആരെയും നിങ്ങൾക്ക്, കാര്യം ഈശോ പറഞ്ഞിട്ട് എൻ്റെ നാമത്തിൽ ഈ എളിയവരിൽ ഒരുവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. 9:37 മർക്കോസ്. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു ഫോർമുലയാണ്, കൺവേർഷൻ ഫോർമുലയാണ്. ഏതെങ്കിലും ഒരു സംഭവത്തെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ ആ വിഷയം ക്രിസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇവിടുത്തെ പോയിന്റ്, ഏതെങ്കിലും ഒരു ക്ലേശത്തെ, മർക്കോസ് 9:37, ഏതെങ്കിലും ഒരു ക്ലേശത്തെ ദൈവസ്നേഹത്താൽ പ്രേരിതനായി നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ അത് നിങ്ങൾക്ക് ക്രിസ്തുവായി കൺവേർട്ടപ്പെടുക, അത് മാറ്റപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് താങ്ങാനാവാത്ത
എല്ലാ അവസ്ഥകളെയും ഞാൻ നിന്നോടുള്ള വിശ്വാസത്തെ പ്രതി സ്നേഹത്തെ പ്രതി ഉടമ്പടി പ്രകാരം നിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഈ നടപടിക്രമത്തെ നീ ആശീർവദിക്കണമേ. ഒരു മെക്കാനിസം ഉണ്ട്. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിനക്ക് ക്ലേശം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഭാരം തരുന്നത്, അല്ലെങ്കിൽ നിനക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, ആ വിഷയത്തെ നിനക്ക് ക്രിസ്തുവായി വിഭാവന ചെയ്യുന്നൊരു പ്രശ്നമൊന്നുമില്ല, പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ അകത്തൊരു കളിയുണ്ട്. അതറിഞ്ഞില്ലേ നമുക്ക് ഈ കച്ചവടം നഷ്ടമായിരിക്കും. അതായത് ഒരു സിറ്റുവേഷൻ, ഒരു വ്യക്തി, ഒരു രോഗം, ഒരു ക്ലേശം ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഒരു ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വ്യക്തികളുണ്ടാക്കുന്ന ഭാരം, അത് യേശുവായി വിഭാവനം ചെയ്യുന്നതിൽ നമുക്ക് മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. എന്താ, ആർക്ക് വേണമെങ്കിൽ വിഭാവനം ചെയ്യാം. അത് യോഹന്നാൻ അത് കർത്താവാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും. പണ്ട് യോഹന്നാൻ പറഞ്ഞില്ലേ, യേശുവിനെ ഒരു ചെറിയ മയക്ക വെളിച്ചത്തിൽ കണ്ടില്ലേ? തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ തീരത്ത് ഒരു മയക്ക വെളിച്ചമെന്ന് പറയുന്നതാണ്. ഒരു വെളുപ്പാങ്കാലത്ത്, ഈ വെളുപ്പാങ്കാലമൊക്കെ സൂക്ഷിക്കണം. അരണ്ട വെളിച്ചമുള്ള സമയത്താണ് മേരി മാഗ്ഡലിൻ കർത്താവിനെ അടിച്ചു മാറ്റിയത്. വിശ്വാസം പറയുക, ജീവിതത്തിൽ ഒരു പിടി കിട്ടുന്നില്ല. വെളിച്ചം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ക്രിസ്തു ആണോ ക്രിസ്തു അല്ലയോ, അങ്ങനെയൊക്കെ ഒരു നമുക്ക് ആംബിഗസ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷൻസ്. യു ആർ നോട്ട് ഏബിൾ ടു ഡിസേൺ ഒരു ഫെയ്ത്ത് കണ്ടൻറ്റകത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് കഷ്ടപ്പെടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ പ്രസാദം ഉണ്ടാകുമോ, വീടുണ്ടോ, വെതർ മേ ബി അറിയത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണം. നീ അത് ശരിക്കും വെട്ടി കറ തീർത്ത് പ്രഖ്യാപിക്കണം. യെസ്, ഇറ്റ് ഈസ് ലോഡ്, ഞാനത് ടേക്കപ്പ് ചെയ്യണമെന്ന്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ലോഡ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇൻകം കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല. അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞില്ലേ പണ്ട് തിബേരിയസിൻ്റെ തീരത്ത് 21:7 യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചോളൂ. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ എന്നോടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. സ്നേഹിച്ചെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിങ്ങനെ പുട്ടിനെ വീരിടുന്ന പോലെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ പറഞ്ഞിരിക്കണത്? യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. മതി, അത് കർത്താവാണ്. യേശു ആരാണ്? തിബേരിയസിൻ്റെ തീരത്തെ ഒരു മയക്ക വെളിച്ചത്തിലെ, അയാൾക്കൊരു ഒരു ഇരുട്ട മയത്തിൽ ഒരു വെളുപ്പാൻകാലത്ത് ഈശോ വരികയാണ്. കടലിൽ വള്ളം കിടക്കുന്നു, അവരെല്ലാം വള്ളത്തിലാണ്. ആർക്കുമേ ഈശോയെ തിരിച്ചറിയാൻ പറ്റണില്ല. ഒരാൾ തിരിച്ചറിഞ്ഞു. ആരാണ്? യോഹന്നാൻ. അപ്പോൾ 21:7 എന്താ പറയണത്? ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണ്. തീർന്ന് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അടുത്ത സീൻ ചെയ്യണത്, സീൻ കോൺട്ര എന്ന് പറഞ്ഞ പോലെ സീൻ ചേഞ്ച് ചെയ്യണം നോക്കിയേ. അതായത് അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുകയാണ്. അത് പറഞ്ഞ ആൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ അനക്കമില്ല. അയാൾ വിഭാവന ചെയ്തു, ദാറ്റ് ഈസ് ലോഡെന്ന്. ഉടമ്പടിയിൽ ഇതുപോലെ വിഭാവന ചെയ്താൽ വർക്കൗട്ട് ചെയ്യത്തില്ല, ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. നമ്മളറിയോ, ശരി ക്ലേശമാണ്, അമ്മായിമ്മക്ക് പനിയാണ്, അമ്മായിമ്മക്ക് വാദമാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ ഞാൻ ക്രിസ്തുവായിട്ട് കാണാം. കണ്ടുകൊണ്ടിരുന്നിട്ട് കഥയില്ല. യു മസ്റ്റ് ആക്ട്. അവൻ പറയണ പോലെ ചെയ്യണം. ചൊല്ലിയിട്ട് കാര്യമില്ല. അത് കർത്താവാണെന്ന് പറഞ്ഞ് ചൊല്ലിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. എന്തിനാ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ക്രിസ്തു ആക്ടിവേഷൻ ഇനി 2 ഫോർമുലയുണ്ട്. അത് രണ്ടും ഒരുമിച്ചേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം, അല്ലേ? റോമ 10:9 അധരം കൊണ്ട്. അതാണ് യോഹന്നാൻ ചെയ്തിരിക്കണത്. യോഹന്നാൻ ചെയ്തിരിക്കാൻ തെറ്റില്ല, പക്ഷെ ആ പുള്ളിക്കാരൻ 50% ചെയ്തുള്ളൂ. അവിടെയാണ് കുഴപ്പം വന്നു പോയത്. അത് കർത്താവാണ്. അതെന്താ? അത് റോമ. അപ്പോൾ യോഹന്നാൻ
21:7 അനുസരിച്ച് കൊണ്ട് അത് കർത്താവാണെന്നുള്ളത് രക്ഷയുടെ ആദ്യ പകുതിയാണ്. രക്ഷയുടെ 2 പകുതിയുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുക, റോമ 10:9 പിന്നെ എന്താണ്? വേറൊരു കാര്യമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദൈവം അവന് മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീരത്തില്ല. എന്ത് ചെയ്യണം? വിശ്വാസം പ്രവർത്തനം കൊണ്ട് നീതീകരിക്കണം. അവിടെയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം വേണ്ടത്. യാക്കോബിൻ്റെ അത്തരം വായിച്ചവന് 2:17 വായിച്ചേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തികൾ കൂടാതെ ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ വിശ്വാസം നിർജീവമാണ്. അതായത് അത് കർത്താവെന്ന് ആണെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി സംഭവം ശരിയാണെങ്കിൽ നിർജീവമാണ്. യോഹന്നാന് പറ്റിയൊരു അബദ്ധം അവിടെയാണ്. അത് കർത്താവാണെന്ന് പറഞ്ഞ് ഇതിനെ ജീവൻ വെപ്പിക്കുന്നത് ആരാണ്? വേറെ ഒരുത്തനാണ് ജീവൻ വെപ്പിക്കുന്നത്. തുണിയില്ലാതെ ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നത്. അവനാണ് ഇതിന് ജീവൻ വെപ്പിക്കുന്നത്. എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ പത്രോസ് താൻ നഗ്നനായത് കാരണം തുണിയെടുത്ത് ചുറ്റി കടലിലേക്ക് ചാടി. ഇത് വിശ്വാസത്തിൻ്റെ 2ാമത്തെ സെക്ഷനാണ്. ഇവിടെ വൈവാക്ക് തോറ്റുപോയി. പ്രാക്ടിക്കലിന് യോഹന്നാൻ തോറ്റുപോയി. തിയറി ഓക്കെ ആയിരുന്നു. യോഹന്നാൻ്റെ തിയറി ഓക്കെ ആയിരുന്നു. എന്ത് സംഭവം? അത് കർത്താവാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തമ്മിൽ യോജിപ്പിക്കണേ എവിടെയാണ്? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻറ്റ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഉടമ്പടി സ്പീഡാകാൻ കാരണം അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ പറയുന്ന പോലെ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ കൂടെ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിയ സ്പീഡാകത്തില്ല. അത് എല്ലാം അത് കർത്താവാണെന്ന് പറയുന്ന പോലെ യോഹന്നാൻ 21:7 അതുപോലെ അത് തന്നെയാണ് റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണ്. ഓക്കെ. പക്ഷെ അതിൻ്റെ സെക്കൻഡ് ഫോർമുല വർക്കൗട്ട് ചെയ്യണം. എന്താണ്? ദൈവം പറഞ്ഞ് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഈ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ മിഷൻ വർക്ക് ചെയ്യണത്, എല്ലാ പ്രവർത്തനങ്ങളും വരണത്, എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വരണത്. നിങ്ങളൊരു പത്രം കൊണ്ടേ കൊടുക്കണമെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് ചേച്ചിയുടെ പേര് അതായത് ജാൻസി ചാക്കോ, തലൂരപ്പറമ്പ്. ജാൻസി ചാക്കോ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നിന്ന് വേരിക്കോസായി കാലിൽ. ഒരു കാലവസാനം കാല് വേദന, അതായത് പിന്നെ നീര്. അവർ പറയണതേ, ഞാൻ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കാല് ചവിട്ടി തിരുമിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്ന. എന്ത് കഷ്ടമാണെന്ന് നോക്കി. നീര് കല്ലച്ച് കിടന്നിട്ട് അത്ര. അപ്പോൾ എന്തൊരു നീരായിരിക്കും അല്ലേ? ആ സാക്ഷ്യം നമ്മളൊന്ന് നോക്കണേ, അത് നിങ്ങൾ നോക്കണേ. അതായത് ശരീരത്തിൽ നീര് കല്ലച്ച് കിടക്കണ നിപ്പ് ജോലിയാണ്. അവിടെ ചെന്ന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കാലം നീരായി വേരിക്കോസായി. ഇതിന് വീട്ടിൽ വരുമ്പോൾ കാലെടുത്ത് തല വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അത്രയും വേദനയാണ്. അത്രയും വേദനയോടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഉറക്കം കാലിങ്ങനെ വിങ്ങത്തില്ല ഇരുന്നുണ്ട്. അപ്പോഴേ ചില വാദമുള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. ആരെങ്കിലും ഒന്ന് തടകി കൊടുക്കണം. പക്ഷേ ഇവിടെ തടയാൻ നിൽക്കത്തില്ല. അവർ പറയണ നീര് ഉടച്ച് കളയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ കാലൊക്കെ ആയിട്ട് നിർത്തി ചവിട്ടി തിരുമിക്കുമെന്ന്. അത് സാക്ഷ്യം പറഞ്ഞാണത്. അത്രയും കണ്ടീഷനാണ്. പക്ഷേ ഇവരെന്നാ ചെയ്ത്? ഇവർ ഉടമ്പടി എടുത്ത്, ഉടമ്പടി നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജാൻസി ചാക്കോക്ക്. ജാൻസി ചാക്കോ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രവും മേടിച്ച് തലൂരപ്പറമ്പിലോട്ടല്ലേ പോകേണ്ടത്, തണ്ണീർമുക്കം വഴി. അത് ചേർത്തല ചെന്ന് എല്ലാ കടകൾക്കും ഓരോ പത്രം കൊടുത്ത്. അത് സ്പീഡായിട്ടാണ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് നല്ല ഒരു വെടിക്കെട്ട് കൊടുക്കലാണ്. അല്ലാതെ ഇത് കൊടുക്കണം, അവിടെ അവർ വാങ്ങിക്കുമോ, അവർ വാങ്ങിച്ചില്ലേ എന്ത് ചെയ്യും, അവരിവിടെ കൊടുത്തില്ലേ, ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വെടിക്കെട്ടാണ്. ഇവർ രക്ഷപ്പെട്ടത് അതുമല്ല. അതിനുശേഷം ഇവർ തലയോരപ്പറമ്പിൽ ചെന്ന് അവിടെയൊക്കെ എല്ലായിടത്തും പത്രം കൊടുത്ത് കഴിഞ്ഞപ്പോൾ
ഇവർ ദിവസം പള്ളിയിൽ പോയി ഇരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അവർക്ക് പറയണത് പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. എന്താ കാര്യം? ഇത് ആരോ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. അത് ഡംപ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ രാത്രി കർത്താവിൻ്റെ കാര്യത്തൊട്ട് പിന്നീട് ഒരിക്കലും നീരുണ്ടായിട്ടില്ലെന്ന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ആരാധന.